നമ്മുടെ കൂടെ നരസിംഹാനന്ദ സ്വാമികളാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിലെ സന്യാസി ശ്രേഷ്ഠനാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെയും മഠത്തിൻ്റെയും പല കേന്ദ്രങ്ങളിൽ ഒട്ടനവധി സേവ ചെയ്ത് ദീർഘകാലം ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മുഖപത്രമായ പ്രബുദ്ധ ഭാരതത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ച് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി കോഴിക്കോട് ശ്രീരാമകൃഷ്ണ സേവാശ്രമത്തിൽ ആചാര്യനായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒട്ടനവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് വൈജ്ഞാനികങ്ങളായ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ അനേക ക്ലാസ്സുകളെടുത്ത് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് വളരെ ഏറെ നമ്മുടെ ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വാമിജി കോഴിക്കോട് വന്നതിന് ശേഷം എപ്പോഴും നമ്മൾ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ. എല്ലാവരുടെയും പൂർണ്ണ ശ്രദ്ധ ക്ഷണിക്കുന്നു. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ജനനീം സാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രുത്വാ പ്രണമാമി മുഹുർമുഹുഃ. നമഃ ശ്രീ യതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. എല്ലാവർക്കും നമസ്കാരം. ആധ്യാത്മിക ജീവിതത്തിൽ ആധ്യാത്മിക സാധന അനുഷ്ഠിച്ച് എന്താണ് ഫലം നേടിയിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം നമുക്കറിയാമല്ലോ, ധനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ഏതൊരു ഇന്ദ്രിയ വിഷയങ്ങളുടെ കാര്യത്തിലായാലും നമുക്ക് അതിൻ്റെ ഫലം പരസ്യമായി കാണാൻ സാധിക്കും. എങ്കിൽ ആത്മീയ വിഷയങ്ങളിൽ അങ്ങനെയല്ല. പക്ഷേ ആധ്യാത്മിക വളർച്ച, ആത്മീയ വളർച്ച നാം എത്രമാത്രം നേടിയിരിക്കുന്നു എന്നുള്ളതിന് ഒരു മാനദണ്ഡം ആവശ്യമാണല്ലോ. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പുരോഗമിക്കാനുള്ള പ്രചോദനം കിട്ടുള്ളൂ. അപ്പം ഇത് എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നുള്ള ചോദ്യം അർജുനന്റെ മനസ്സിൽ വന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങുന്നത് 2-ാമത്തെ അധ്യായത്തിലാണ്. അപ്പൊ 2-ാമത്തെ അധ്യായത്തിന്റെ അവസാനം ആവുമ്പോൾ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ. അതായത് ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, സംസാരിക്കുന്നത്,
എന്നിങ്ങനെ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ അടുത്താണല്ലോ എല്ലാം ചോദിക്കുന്നത്. ആദ്യം ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആചാര്യന്മാരിനെ സമീപിച്ച് അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കണമെന്ന്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആചാര്യനോ ആചാര്യയോ എന്തോന്നായിരിക്കുന്നു, ഗൂഗിൾ അമ്മായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ ആൾക്കാരെ തിരക്കുന്ന കാര്യങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ തിരക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവിടെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പല കാര്യങ്ങളുണ്ട്. ആത്മീയ ലോകത്തിനെ കുറിച്ച് എന്താണ് തിരക്കുന്നതെന്ന് വെച്ചാല് ലിവിങ് സെയിൻറ്റ്സ് ഇൻ ദ വേൾഡ്. അതായത് ഈ ലോകത്തിൽ ആരാണ് ഇപ്പോഴും വലിയ ജ്ഞാനികളായിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികൾ എന്ന് അങ്ങനെ നിങ്ങൾക്കും നോക്കാൻ പറ്റും. അങ്ങനെ തിരക്കി നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ പട്ടിക ഒക്കെ ഉണ്ട്. അതിൽ പക്ഷെ ശരിക്കുള്ള ആൾക്കാരുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പലരും അവരെ തന്നെ ഞാൻ ബ്രഹ്മജ്ഞാനിയാണെന്ന് പരസ്യമായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ പട്ടികയൊക്കെ ഉണ്ട്, അവരെ കാണണമെങ്കിൽ എവിടേക്കൊക്കെ പോകണം എന്ന്. കാരണം ഈ ഒരു കൗതുകം, ബ്രഹ്മജ്ഞാനി എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. പലരും ആശ്രമങ്ങളിൽ വരുമ്പോഴും അവരുടെ ചോദ്യം ഇത് തന്നെയാണ്, സ്വാമിജി ഏതെങ്കിലും ബ്രഹ്മജ്ഞാനിനെ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ ഏതായാലും ഒന്നും ഉറപ്പായി ഞാനല്ല എന്ന്, അല്ലേ? സമാധാനം ആർക്ക്? അപ്പോ അങ്ങനെ അവർ ചോദിക്കും, ബ്രഹ്മജ്ഞാനിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരെങ്ങനെയാണ് കാണാൻ? അപ്പൊ നമുക്കൊക്കെ ഒരു ധാരണ, ബ്രഹ്മജ്ഞാനി എന്ന് വെച്ചാൽ വേറെ തന്നെ എന്തോ ഒരു ജീവിയാണ്, വേറെ തന്നെ എന്തോ ഒരു ഇണമാണെന്ന്. അതിനാണ് മാതൃദേവി ശാരദാദേവി പറയുന്നത്, ബ്രഹ്മജ്ഞാനിയാണ് ആയെങ്കിൽ എന്ത് പറ്റും, 2 കൊമ്പ് മുളയ്ക്കോ എന്ന്. അതൊന്നും മുളയ്ക്കില്ല. മാത്രമല്ല ഈ ബ്രഹ്മജ്ഞാനിക്ക് വേണ്ടിയിട്ട് വേറെ ഒരു ലോകമൊന്നും ഭഗവാൻ സൃഷ്ടിക്കുന്നില്ല. ഈ ലോകത്തിൽ തന്നെയാണ് ബ്രഹ്മജ്ഞാനിയും ജീവിക്കുന്നത്. അപ്പൊ എന്താണ് വ്യത്യാസം, എന്താണ് ലക്ഷണം എന്നുള്ളത് എല്ലാവരും കാലങ്ങളായി ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിൽ ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ പല ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ സംക്ഷിപ്തമായി അതിൻ്റെ ശരിക്കുമുള്ള ലക്ഷണം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗത സ്പൃഹ. അത് തന്നെയാണ് ഇപ്പൊ തൊട്ടു മുമ്പ് ചിദാനന്ദപുരി സ്വാമിജിയും പറഞ്ഞുകൊണ്ടിരുന്നത്, വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. എന്താണ് സുഖേഷു വിഗത സ്പൃഹ? അതായത് നമുക്ക് അനുകൂലമായിരിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ കിട്ടുമ്പോൾ, ആഗ്രഹങ്ങളെ നേടുമ്പോൾ അതിൽ കുടുങ്ങാതിരിക്കുന്നത്. സ്പൃഹ എന്ന് പറഞ്ഞാൽ ആസക്തി, അത് ഇല്ലാത്ത അവസ്ഥ. വിഗത സ്പൃഹ, അതിനെ മറികടന്ന അവസ്ഥ, അതിനെ അതിജീവിച്ച അവസ്ഥ. അങ്ങനെ ആസക്തി ഇല്ലാതിരിക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കിട്ടിയാൽ അതിൽ ആസക്തനല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അത് കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം. പക്ഷേ അതിൻ്റെ അർത്ഥം എനിക്ക് തിരിച്ചറിവ് ഇല്ല എന്നല്ല. എനിക്ക് നല്ലോണം മനസ്സിലാവും, പാചകത്തിൽ കുറച്ചെവിടെയെങ്കിലും തെറ്റ് പറ്റിയാൽ മനസ്സിലാവും, പക്ഷെ കൊള്ളാം, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ദുഃഖേഷു ഉദ്വിഗ്നമന, അതായത് ദുഃഖമുണ്ടായാൽ മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടാണ്. അപ്പൊ പുറത്തുള്ള സാഹചര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ദുഃഖിച്ചാൽ അതുകൊണ്ട് മനസ്സ് ചഞ്ചലപ്പെടില്ല. സുഖം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടായാൽ അത് തന്നെ വേണം എന്ന്, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അതും ഒരു തരത്തിൽ ദുഃഖം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖമാണല്ലോ. അപ്പോ അത് കിട്ടിയില്ലെങ്കിൽ അയ്യോ എനിക്കിത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഇനി എപ്പോൾ എനിക്കിത് കിട്ടും എന്ന് വിചാരിച്ച് മനസ്സ് ചഞ്ചലപ്പെടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ കാമം ക്രോധം രണ്ടിന്റെ വ്യാഖ്യാനം കഴിഞ്ഞല്ലോ. അപ്പൊ കാമം ക്രോധം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ? ഒന്ന് തന്നെയാണ്. കാമം തടയപ്പെടുമ്പോഴാണല്ലോ ക്രോധം വരുന്നത്. കാമാത് ക്രോധഃ അഭിജായത്തെ. ആ 4 വരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. 2-ാമത്തെ അധ്യായത്തിന്റെ 62-ാമത്തെ 63-ാമത്തെ ശ്ലോകങ്ങൾ. മനഃശാസ്ത്രം മുഴുവൻ, ഇനി അതിനപ്പുറം മനഃശാസ്ത്രം ഒന്നും പറയാനില്ല. കാമാത് ക്രോധഃ അഭിജായത്തെ. അപ്പൊ കാമത്തിനെ തടയുമ്പോൾ എന്ത് വരുന്നു? ക്രോധം വരുന്നു. എല്ലാവർക്കും അങ്ങനെയല്ലേ? ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എന്ത് നമുക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവില്ല എന്നൊരു ആശങ്ക, ഭയമുണ്ട്. അങ്ങനെ സംഭവിച്ചെങ്കിൽ ദേഷ്യം വരുന്നു. പലർക്കും അത് പറയാൻ പറ്റില്ല. ചിലർ പറയും, പലരും സഹിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇതൊന്നും നിവൃത്തികേട് കൊണ്ട് സഹനമാണ്. പക്ഷെ ഇപ്പോ കുറച്ചു നേരം മുമ്പ് നിങ്ങൾ കേട്ട സഹനം അതെന്താണ്? നിവൃത്തികേട് കൊണ്ടാണോ? അല്ല, ഇത് നശ്വരമാണ് എന്നുള്ള ഉറപ്പായ വിശ്വാസം കൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സഹിക്കണം. സോഢനീയം, അതിനെ സഹിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ട് സഹിക്കണം? കാരണം അത്രയേ ഉള്ളൂ, അതിന്റെ സ്വഭാവം അത്രയേ ഉള്ളൂ. ഇത് നശ്വരമാണ്, അതുകൊണ്ട് അതിനെ സഹിക്കണം. ആർക്കാണോ അങ്ങനെ സഹിക്കാൻ പറ്റുന്നത് ആ വ്യക്തിക്കാണ്, ആ വ്യക്തി സുഖി, ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ യുക്തഃ, ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ യോഗി, ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സുഖിയായിരിക്കുന്നത്. സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സുഖത്തിന്റെ അർത്ഥം വേറെയാണ്. ഇവിടെ സുഖത്തിന്റെ അർത്ഥം അത് പിന്നീട് പറഞ്ഞല്ലോ. അന്തർ ആരാമഃ, അന്തർ ജ്യോതി, അന്തർ സുഖഃ. അപ്പൊ ഈ വ്യക്തിക്ക് വേറെ ഒന്നും പുറത്തൊന്നും വേണ്ട. ചെറിയ കൊച്ചിനെ പോലെ, ശിശുവിനെ പോലെ. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനിനെ കുറിച്ച് പറയുന്നത് ബാലവത് എന്ന് പറഞ്ഞു. ബാലവത്ത് എന്ന് വെച്ചാൽ കുട്ടീനെ പോലെ അറിയാത്ത അവസ്ഥയല്ല. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് നരേന്ദ്രനാഥ് ദത്ത പോവും. അങ്ങനെ നരേന്ദ്രനാഥ് ദത്തയും പോവും, ഹാസ്ര എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും പോവും. അപ്പൊ ഇവര് ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഹാമിൽട്ടൺ എന്ന ഒരു തത്വശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുന്നു. അപ്പൊ ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? A learned ignorance is the end of philosophy and the beginning of religion. A learned ignorance is the end of philosophy and the beginning of religion. അതായത് അറിവുണ്ട്, പക്ഷെ അറിഞ്ഞുകൊണ്ടുള്ള അറിയാമ അല്ലെങ്കിൽ അറിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ അജ്ഞാനം എന്ന് വേണമെങ്കിൽ പറയാം, ഇസ് ദ എൻഡ് ഓഫ് ഫിലോസഫി. അത് തത്വശാസ്ത്രത്തിന്റെ അവസാനമാണ്. പക്ഷെ മതം അല്ലെങ്കിൽ ആത്മീയ ജീവിതം അവിടെയാണ് തുടങ്ങുന്നതെന്ന്. ബിഗിനിങ് ഓഫ് റിലിജൻ എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെയാണോ ഒരു ശിശുവിന് ഒന്നും അറിയാത്തത്, പക്ഷെ ആ ശിശു വേറെ ഒന്നും ആ ശിശുവിന് വേണ്ട. ആ ശിശു ഒരു 6 വയസ്സൊക്കെ ഉള്ള കുട്ടി എപ്പോഴും സന്തോഷത്തിലാണ്, എപ്പോഴെങ്കിലും കരയും, പക്ഷെ അതുപോലെ തന്നെ അത് ചിരിക്കും. അങ്ങനെ സന്തോഷത്തിലാണ്, കൊച്ച് സന്തോഷത്തിലാണ്. അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ, ലേണഡ് ഇഗ്നോറൻസ്. എങ്ങനെയാണ് ആ അറിഞ്ഞുകൊണ്ട് തന്നെ അറിവില്ലാത്ത അവസ്ഥ വന്നത്? അറിയാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. കാരണം ഒരു വസ്തുവിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ പിന്നെ ആ വസ്തുവിൽ നിന്ന് നമുക്ക് ഭയമുണ്ടാവില്ല. ശരിക്കും മനസ്സിലാക്കണം സ്വഭാവം. എല്ലാ വസ്തുവിൻ്റെയും സ്വഭാവം മനസ്സിലാക്കണം. ഇപ്പൊ എൻ്റെ ഈ ശരീരത്തിന്റെ സ്വഭാവം എന്താണ്? നശ്വരമാണ്. അതിന് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത്. ശരിക്കും ഡേറ്റ് ഓഫ് എക്സ്പയറി ആഘോഷിക്കണം. അത് വരാൻ പോകുന്ന സാധ്യത ആഘോഷിക്കണം. ദിവസം മരണത്തിന് നാം തയ്യാറായിരിക്കണം.
അപ്പൊ അതുകൊണ്ട് മരിക്കണം എന്നല്ല, മരിച്ചാലും കുഴപ്പമില്ല, കാരണം ഇത് ശരീരമാണല്ലോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ശരീരം അല്ല നിന്റെ സ്വരൂപം, ശരീരം നശ്വരമാണ് എന്നുള്ളതൊക്കെ എല്ലാം വളരെ വിശദമായി പറഞ്ഞു കൊടുക്കാൻ കാരണം, ഈ ശരീരത്തിനെ കണ്ടാണല്ലോ കുഴപ്പം. ഇവരൊക്കെ എൻ്റെ ആചാര്യന്മാരാണ്, ബന്ധുക്കളാണ്, ഇവരിനെയാണോ ഞാൻ വധിക്കാൻ ശ്രമിക്കാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ അത് ശരീരത്തിൻ്റെ കുഴപ്പമാണ്, ശരീരം കാരണം വരുന്ന കുഴപ്പമാണ്. അപ്പോ ഞാൻ ഈ ശരീരം നശ്വരമാണ്. ഇനി ആരെങ്കിലും തോക്ക് വെച്ച് ഉണ്ടൊക്കെ വിട്ട ആ തോക്കും അത് പൊട്ടിക്കുന്ന വ്യക്തിയും വരുന്ന ഉണ്ടയും എല്ലാം നശ്വരമാണ്. അങ്ങനെ ഒരു ഉണ്ട എന്നെ നോക്കി വന്നാലും നശ്വരമാണെന്ന് പറഞ്ഞാൽ പിന്നെന്തിനു ദുഃഖം? പിന്നെ ദുഃഖമില്ല. ഒരു പനി വരുന്നു, ഇപ്പം നമുക്കറിയാലോ, ജലദോഷം മരുന്ന് കഴിച്ചാൽ ഒരാഴ്ചയിൽ തന്നെ നന്നാവും, അല്ലെങ്കിൽ 7 ദിവസം അതുണ്ടാവും, അല്ലേ? അങ്ങനെയല്ലേ? മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് ശരിയാവും, അല്ലെങ്കിൽ 7 ദിവസം കഷ്ടപ്പെടേണ്ടി വരും. ഇത്രക്കേ ഉള്ളൂ സ്വഭാവം. അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ മതി. ഓരോ വിഷയത്തിൻ്റെയും സ്വഭാവം മനസ്സിലാക്കിയാൽ അതിന് ഒരു സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനിക്കുന്ന എല്ലാറ്റിനും നാശമുണ്ട്, മരണമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എന്തിനാ ദുഃഖം? അപ്പൊ അതാണ് ഇവിടെ നമ്മൾ സ്വഭാവം മനസ്സിലാക്കണം. ഇവിടെ കാമത്തിന്റെ സ്വഭാവം മനസ്സിലാക്കണം. കാമമുണ്ടായിരുന്നാൽ കുഴപ്പമുണ്ടാകും, കാമമുണ്ടായിരുന്നാൽ ക്രോധമുണ്ടാകും. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ആങ്കർ ഇസ് ക്രിസ്റ്റലൈസ്ഡ് ലസ്റ്റ്. അപ്പോ ഒരു വിഷയത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട്, അതാണ് ലേണഡ്. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വലിയ തലപുണ്ണാക്കാനുള്ള ഒരു സംഭവം ഇല്ലല്ലോ. സ്വഭാവം മനസ്സിലായല്ലോ, പിന്നെ അതുകൊണ്ട് വലിയ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ അടുത്തെന്താണ് ചെയ്യുന്നത്? സിമ്മ് കാണാതെ പോയി, കുഴപ്പമില്ല, അതിന് ഓൺലൈൻ തന്നെ ഇപ്പോൾ പരാതി കൊടുക്കാൻ പറ്റും. ഓൺലൈൻ പരാതി കൊടുത്ത് വേറൊരു സിമ്മിന് അപ്ലൈ ചെയ്യും. മൊബൈൽ ഫോൺ കാണാതെ പോയി, ഓൺലൈൻ പരാതി കൊടുത്ത്. പക്ഷെ അതല്ല, ആൾക്കാർ അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞു കരയാ. അത് സീരിയലിൽ ആരെങ്കിലും മരിച്ചാലും കരയാറുണ്ട് ഇപ്പോൾ. പക്ഷെ അങ്ങനെ കരയുന്നു എന്തുകൊണ്ട്? ഇതിന്റെ സ്വഭാവം മനസ്സിലാക്കണം. ഇത് സീരിയലിലെ ഒരു കഥാപാത്രമാണ്, അത്രേ ഉള്ളൂ. അത് ഡയറക്ടറാണ് കൊന്നത്, അല്ലെങ്കിൽ കഥാകൃത്താണ് കൊന്നത്. അത് അതിന്റെ സ്വഭാവം. അപ്പൊ നമ്മള് പല പ്രാവശ്യം നമ്മുടെ മനസ്സിൽ വരുന്ന വികാരങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണ്. കാരണം അത് വിഷയങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാതെ വരുന്നതാണ്. സ്വഭാവം മനസ്സിലാക്കിയാൽ പിന്നെ ആ വികാരങ്ങൾക്ക് ആവശ്യമില്ല, അർത്ഥമില്ല, പ്രയോജനമില്ല. അപ്പോ അവിടെയാണ് യഥാർത്ഥത്തിൽ സമർപ്പണ ഭാവം വരുന്നത്. പിന്നെ അവിടെ വലിയ ന്യായം വൈശേഷികം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ന്യായം വൈശേഷികമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ന്യായം വൈശേഷികം പറഞ്ഞപ്പോൾ ഒരു ചെറിയ കഥ എനിക്ക് ഓർമ്മ. പണ്ട് കാലത്തൊന്നും ഈ എണ്ണ ഉണ്ടാക്കാനുള്ള യന്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് എന്ത് ചെയ്യും? ഒരു വലിയ കാളേനെ പിടിച്ചിട്ടിട്ട് അതിങ്ങനെ കറങ്ങും. അപ്പൊ അതായിരുന്നു ചെയ്യാനുള്ള പരിപാടി. അപ്പൊ അത് ഒരു വ്യക്തിക്ക് കൊടുത്തു ആ ജോലി. അപ്പൊ അത് അവിടെ കാളയല്ലായിരുന്നില്ല, ഒരു വ്യക്തിക്ക് കൊടുത്തു. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ വ്യക്തി അതിങ്ങനെ കറക്കണം, ഒരു വൃത്താകാരത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ ഈ വ്യക്തി പെട്ടെന്ന് വയ്യാതെയായി. അപ്പൊ വേറൊരാൾ വേണമല്ലോ. അപ്പൊ വേറൊരാളിന് തെരഞ്ഞ് കിട്ടിയില്ല. അപ്പൊ എങ്ങനെ ന്യായ വൈശേഷികമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളിനെ കിട്ടി. അയാൾക്ക് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അയാൾക്ക് കിട്ടി. അപ്പൊ അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് പൈസയും തരാം, ഇതൊന്ന് കറക്കിയാൽ മതി എന്ന്. അപ്പൊ ഇതെങ്ങനെ കറക്കും? പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നും, ഈ സൃഷ്ടി ഉണ്ടായത് എങ്ങനെയാണെന്ന്. അപ്പൊ അവിടെ നിന്നു, അവിടെ ഇങ്ങനെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെ വീണ്ടും കറക്കും. അപ്പൊ എന്നാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവസാനം ഈ മുതലാളിക്ക് ഇതിന്ന് ഒന്നും വരുമാനമൊന്നും വരുന്നില്ല, എണ്ണ വരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ വരുമാനം വരും? അപ്പോ മുതലാളി എന്ത് ചെയ്തു? പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ അവിടെ ഒരു കാളേനെ കയറ്റിത്തരാം, നിങ്ങൾ അതിന് നോക്കിയാൽ മതി എന്ന്. അപ്പൊ ഈ കാള ഇങ്ങനെ കറങ്ങും. അപ്പൊ ഇദ്ദേഹം അതൊന്ന് നോക്കിയാൽ മതി.
അപ്പൊ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും സൃഷ്ടി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന് തന്നെ, എന്തായാലും തത്വശാസ്ത്രജ്ഞനാണല്ലോ, പെട്ടെന്ന് ഒരു സംശയം വന്നു. അതെ മുതലാളി, ഇപ്പൊ എങ്ങനെയാ കൂടുതൽ എണ്ണ ഉണ്ടാവുന്നതെന്ന് മുതലാളിയുടെ അടുത്ത് ചോദിച്ചു. ഇപ്പൊ എങ്ങനെയാണ് കൂടുതൽ എണ്ണ ഉണ്ടാവുന്നത്? അപ്പൊ മുതലാളി പെട്ടെന്ന് പറഞ്ഞു, കാളയ്ക്ക് ന്യായ വൈശേഷികം ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അത് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സമർപ്പണം തീരെ ഉണ്ടാവില്ല ചിലപ്പം. എല്ലാം ഇങ്ങനെ വളരെ സൂക്ഷ്മ തലത്തിൽ പോയി ഒരുപാട് ചിന്തകളായിരിക്കും. ഭഗവാൻ ഉണ്ടോ ഇല്ലയോ, ഭഗവാൻ ഉണ്ടെന്ന് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന്. സ്വീകരിക്കണ്ട, അതുകൊണ്ട് ആർക്കാ പ്രശ്നം? പലരും പറയും നിങ്ങളും സ്വീകരിക്കണ്ട, ഭഗവാനൊന്നുമില്ല, ഇതൊക്കെ വെറുതെ സമയം കളയാണ്. ഇതാണ് തത്വശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ സ്വയം പറയുന്ന ആൾക്കാരുടെ പ്രശ്നം അങ്ങനെയാണ്. അപ്പോ ലേണഡ് ഇഗ്നോറൻസ് എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ ചിന്തിക്കാൻ ആവശ്യമില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ തല പുണ്ണാക്കാൻ ആവശ്യമില്ല. കാരണം അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ പലരുടെ അടുത്തും പോയി വെറുതെ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും മറ്റുള്ള ആൾക്കാർക്ക് കുറച്ച് ജ്ഞാനം പോയാലോ, അവൻ ഇവിടെ കിട്ടാനാ, 30 വയസ്സ് നന്നായിട്ടില്ല, ഇനിയാണോ നന്നാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന്റെ പ്രധാന ശിഷ്യനായിരുന്ന വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഈ ലോകം എങ്ങനെയാണ്, ഒരു ജിംനേഷ്യം പോലെയാണെന്ന്. അതിൽ നമ്മളാണ് നന്നാവാൻ പോകുന്നത്, മറ്റുള്ള ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോ കാമത്തിന്റെ സ്വഭാവമാണ് ക്രോധം, ക്രോധത്തിന്റെ കാരണമാണ് കാമം. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് അർജുനൻ ചോദിക്കുന്നു. അഥക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജയതി. എങ്ങനെയാണ്, അതായത് എനിക്ക് ആഗ്രഹമില്ല, അനിച്ഛന്നപി എനിക്ക് ആഗ്രഹമില്ല, ഞാൻ വേണ്ടാന്ന് വിചാരിക്കുന്നു, എന്നിട്ടും എങ്ങനെയാണ് എനിക്കിങ്ങനെ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ പാപം എന്താ? ഒരു പാപമേ ഉള്ളൂ, വേറെ എല്ലാം ശരിയാണ്. എന്താ പാപം? ഏറ്റവും വലിയ പാപം അതന്നെ, സ്വയം അറിയാത്തതെന്ന് വെച്ചാൽ സച്ചിത് ആനന്ദ സ്വരൂപമായിരിക്കുന്ന ഞാൻ എന്നെ ഈ കുടുങ്ങിയ മനസ്സെന്നും അല്ലെങ്കിൽ ശരീരമെന്നും പ്രാണനെന്നും വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്ന് വിചാരിക്കുന്നതാണ് വലിയ പാവം. അത് മാത്രമേ പാവുള്ളൂ. അപ്പോ ഈ പാപം ചരതി പൂരുഷ കേന പ്രയുക്ത, ആരെ പ്രചോദനം കൊണ്ടാണ്, ആര് പറഞ്ഞിട്ടാണ്, ആരെ നിർദ്ദേശം കൊണ്ടാണ് മനുഷ്യൻ, പുരുഷ എന്ന് വെച്ചാൽ നവദ്വാരേ പുരേ ദേഹി, ഈ ശരീരത്തിലുള്ള വ്യക്തിയാണ്. പുരുഷൻ എന്ന് വെച്ചാൽ ആണോ പെണ്ണോ അങ്ങനെയൊന്നുമില്ല, ശരീരത്തിലുള്ള വ്യക്തി. അപ്പൊ ഈ വ്യക്തി എങ്ങനെയാണ് ഈ തെറ്റ് ചെയ്യുന്നത്? ആരുടെ പ്രചോദനം കൊണ്ടാണ് ചെയ്യുന്നത്? മാത്രമല്ല നമുക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ പോലും പോട്ടെ എന്ന് വിചാരിച്ചാലും പറയിപ്പിക്കും എന്ന് പറയല്ലേ. അത് ശരിക്കും പറയിപ്പിക്കുന്നതല്ല, നമ്മളാണ്, നമ്മുടെ പ്രശ്നമാണ്. അപ്പോ ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും അതങ്ങനെ ചെയ്തു പോകുന്നു. അപ്പൊ പറയുന്നു എന്താണ്? കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിദ്യേനം ഇഹ വൈരീണം. അവിടെ ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കാമവും ക്രോധവും രണ്ടായിട്ടല്ല, ഇത് കാമമാണ്. ഏഷ കാമഃ ഏഷ ക്രോധഃ. എങ്ങനെയാണ് വരുന്നത്? രജോ ഗുണ സമുദ്ഭവ, രജോ ഗുണം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു. അത് മഹാശന, വലിയ വിശപ്പാണ് അതിന്. അശന വിശപ്പ്. മഹാപാപ്മ, ഒരുപാട് തെറ്റ് അതുകൊണ്ട് ഉണ്ടാവും, ഒരുപാട് തെറ്റ് ചെയ്യിപ്പിക്കും. ഈ ശത്രുവിനെ, ഇതിനെ ശത്രുവായി കാണണം. എന്തിനെ? കാമത്തിനെ. എങ്ങനെയാണ് കാമം വന്നത്? 62-ാമത്തെ ശ്ലോകം, 2-ാമത്തെ അധ്യായം. എങ്ങനെയാ കാമം? ധ്യായത്തോ വിഷയാൻ പുംസ. അത്രേ ഉള്ളൂ. ഇത് ഈ പരസ്യമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം. അവരത് വീണ്ടും ഇങ്ങനെ കാണിക്കും. നിങ്ങൾ മൊബൈലിൽ തുറന്നാലും വീണ്ടും വരും. ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ,
അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് കഴിവില്ലെങ്കിലും കുഴപ്പമില്ല, ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്ന്. അപ്പോൾ ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സഹി ഹെ, അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ സ്വിഗ്ഗി, എന്തെങ്കിലും ഒന്ന് വീണ്ടും വീണ്ടും വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായി? സ്വിഗ്ഗി, ഭഗവാന്റെ നാമം വരുന്നല്ലോ, സ്വിഗ്ഗിന്റെ നാമം വന്നു, ബിരിയാണി എന്നുള്ളത് അവിടെ പതിഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോശ കഴിച്ചാൽ കൊള്ളാം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ, ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വിഗ്ഗിയിൽ നിന്നൊരു മെസ്സേജ് വരും, എന്താ വിശക്കുന്നു എന്ന്. ഇങ്ങനെ തന്നെയാണ് മെസ്സേജ് വരുന്നത്, വിശക്കുന്നുണ്ടോ, എന്താ ഒരു ചായയും കടിയും ആവാമല്ലേ എന്ന്. അപ്പോൾ മനുഷ്യൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കാര്യമാണല്ലോ, ആവാമല്ലോ, പിന്നെ എവിടെയും പോണ്ട, അതിലൊരൊന്നും നെക്കിയാൽ മതി, കുറച്ച് പൈസ പോവും, നെക്കിയാൽ ഉടനെ ചായയും വരും, കടിയും വരും, എല്ലാം വരും, വീട്ടിലെത്തും, കഴിച്ച് കുറച്ചും കൂടി അലസരാവാം. ഇതല്ലേ? അപ്പൊ ഇങ്ങനെ പരസ്യതാണ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് കാണിക്കാം. അപ്പൊ അത് നമുക്ക് പ്രയോജനം ഉണ്ടോ, ആവശ്യമുണ്ടോ, വിശപ്പുണ്ടോ, ആഗ്രഹമുണ്ടോ ഒന്നും നമ്മൾ നോക്കില്ല. എന്തുകൊണ്ട്? ധ്യായതഃ വിഷയാൻ പുംസഃ, പുംസഃ വിഷയാൻ ധ്യായതഃ. അപ്പോ ആരൊക്കെയാണോ മനുഷ്യർ, അവര് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അവിടെ പ്രശ്നം തുടങ്ങി, അവിടെ പ്രശ്നം തുടങ്ങി. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? ശക്നോതി ഹൈവ യഹ സോടും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സ യുക്തഃ സ സുഖീ നരഃ എന്ന് പറഞ്ഞു. 25 വരെ ആയില്ലേ? 26 ശ്ലോകത്തിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം കുറച്ചും കൂടി വിശദമാക്കി പറഞ്ഞു തരുന്നു. അപ്പോൾ ഞാനൊന്ന് പറയാം, എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞു. കാമക്രോധ വിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തത്തെ വിദിതാത്മനാം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കാമക്രോധ വിയുക്താനാം, ആരാണോ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും മുക്തരായിരിക്കുന്നത്, വിയുക്താനാം, അതോട് തീരെ ബന്ധം ഇല്ലാത്ത ആൾക്കാര്. യത ചേതസാം, ചേതസ് എന്ന് വെച്ചാൽ മനസ്സ്. ആരുടെ മനസ്സാണോ നിയന്ത്രിതമായിരിക്കുന്നത്, ആരാണോ മനസ്സുകൊണ്ട് കാമത്തിൽ നിന്നും അതിനാൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കാമത്തിന്റെ തന്നെ വേറൊരു പേരാണ് ക്രോധം, ആ ക്രോധത്തിൽ നിന്ന് മുക്തരാകാൻ ശ്രമിക്കുന്നത്. വിദിത ആത്മനാം, ആരാണോ അവരുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ സ്വരൂപത്തിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. യതീനാം, യതി എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിയന്ത്രിച്ച വ്യക്തി, യതീനാം. അപ്പോ ഇവിടെ സന്യാസി എന്നാണ് അർത്ഥം. സന്യാസി എന്ന് വെച്ചാൽ ഈ കാമം ക്രോധം ത്യജിച്ച വ്യക്തി. ഇത് സന്യാസ യോഗമാണല്ലോ. ഭഗവത്ഗീതയിൽ 5-ാമത്തെ അധ്യായം സന്യാസ യോഗമാണ്. അപ്പൊ സന്യാസ യോഗം എന്ന് വെച്ചാൽ എന്താണ്? എവിടുന്നാണ് സന്യാസം? യഥാർത്ഥത്തിൽ ആസക്തിയിൽ നിന്ന് സന്യാസം. ഇതിലുള്ള എല്ലാ ശ്ലോകങ്ങളും അതാണ് പറയുന്നത്, ആസക്തിയിൽ നിന്ന് മുക്തി. അപ്പോ സന്യാസി, അഭിത എന്നുള്ള വാക്കിന്റെ അർത്ഥം രണ്ടിലും എന്നാണ് അർത്ഥം. രണ്ട് വശത്തിലും, അല്ലെങ്കിൽ രണ്ട് തരത്തിലും, രണ്ട് ഭാഗത്തിലും. അപ്പൊ എന്താ അർത്ഥം? ഇവിടെയും ഇഹ അമുത്ര, ഇവിടെയും ഈ ജീവിതകാലത്തിലും പിന്നീടും എന്താകുന്നു? ബ്രഹ്മനിർവാണം വർത്തത്തെ. ആ വ്യക്തിക്ക് എന്താവുന്നു? ആ വ്യക്തി ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു. ബ്രഹ്മനിർവാണം എന്ന് വെച്ചാൽ ആത്യന്തിക ദുഃഖ നിവൃത്തി, മുക്തി, അല്ലെങ്കിൽ ബ്രഹ്മണിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ. ബ്രഹ്മണി നിർവൃത്തി, അതാണ് ബ്രഹ്മനിർവാണം. ബ്രഹ്മണിൽ നിർവൃത്തി, ലയിച്ചിരിക്കുന്ന അവസ്ഥ. സമ്പൂർണമായി ബ്രഹ്മനിൽ ലയിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളല്ല ബ്രഹ്മൻ, പിന്നെന്ത് ലയിച്ചിരിക്കുന്നത്? അതായത് അത് മനസ്സിലായി, തിരിച്ചറിവ്. ആ തിരിച്ചറിവ് വന്നതുകൊണ്ട് ആദ്യം പറഞ്ഞ പോലെ അന്തസുഖി, അന്തജ്യോതി,
അന്ത ആരാമ. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? കാരണം നമ്മള് ഒരു വളരെ പ്രശസ്തമായ ഒരു ഭജന ഉണ്ട്. മോക്കോ കഹാ ഢൂണ്ടേരെ ബന്ദേ മോത്തോ തേരെ, കേട്ടിട്ടില്ലല്ലേ? ബംഗാളിയോ ഹിന്ദി? മോക്കോ കഹാ ഢൂണ്ടേരെ ബന്ദേ, അതായത് എന്നെ നീ എവിടെയാണ് തിരയുന്നത്? ഇത് കബീർദാസിന്റെയാ. മോത്തോ തേരെ പാസ്മേ, ഞാൻ നിന്റെ അടുത്ത് തന്നെയാ. അപ്പോ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. മോക്കോ കഹാ ഢൂണ്ടേരെ ബന്ദേ മേത്തോ തേരെ പാസ്മേ, മോത്തോ തേരെ പാസ്മേ, ഞാൻ നിന്റെ അടുത്ത് തന്നെ. അപ്പൊ ഈ അന്തർ ആരാമം എന്തുകൊണ്ടാണ്? കാരണം അന്തറിൽ മാത്രമേ ആരാമം ഉള്ളൂ. ആരാമ എന്ന് വെച്ചാൽ കളിക്കുന്നത്, ക്രീഡ. അപ്പൊ ഈ ക്രീഡ നമ്മൾ പൊതുവെ വിചാരിക്കുന്ന പുറത്തുള്ള വ്യക്തിയോടൊപ്പം അല്ലെങ്കിൽ പുറത്തുള്ള പാവയോടൊപ്പമാണ് കളിക്കുന്നത്. അല്ല, യഥാർത്ഥത്തിൽ മനസ്സിലാണ്. അപ്പൊ മനസ്സിനെ അതിക്രമിച്ച് എൻ്റെ സ്വരൂപം എന്താണോ അവിടെയാണ് യഥാർത്ഥത്തിൽ കളിക്കുന്നത്. അപ്പൊ ഇതില് ഭഗവത്പാദ ശങ്കരാചാര്യ ദേവൻ എന്താ പറയുന്നത്? 26-ാമത്തെ ശ്ലോകത്തിന്റെ ഭാഷ്യം. കിംച കാമ ക്രോധ വിയുക്താനാം കാമശ്ച ക്രോധശ്ച കാമക്രോധൗ താഭ്യാം വിയുക്താനാം യതീനാം സന്യാസിനാം യതചേതസാം സംയത അന്തഃകരണാനാം അഭിത ഉഭയതഃ ജീവതാം മൃതാനാം വാ മൃതാനാം ച ബ്രഹ്മനിർവാണം മോക്ഷഃ വർത്തത്തെ വിദിതാത്മനാം വിദിതോ ജ്ഞാത ആത്മാ യേഷാം തേ വിദിതാത്മനഃ തേഷാം വിദിതാത്മനാം സമ്യക് ദർശിനാം ഇതി അർത്ഥഃ. വളരെ ഭഗവത്പാദ ശങ്കരാചാര്യ ദേവന്റെ ഭാഷ വളരെ ഗംഭീരമാണെങ്കിലും സരളമാണ്, പ്രസന്ന ഗംഭീരം. അപ്പോ കിംച മാത്രമല്ല, കാമ മാത്രമല്ല എന്നതുകൊണ്ട് പറഞ്ഞ, ഇതിനും തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്? ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതാ യഥാത്മാനഃ സർവഭൂതഹിതേരതാഃ. അപ്പോ വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ഒരു വ്യക്തി ഒരു മൂലയിലിരുന്ന് പരമതത്വത്തിനെ കുറിച്ച് ധ്യാനിച്ചാൽ അതായിരിക്കും ഈ ലോകത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്ന്. അതന്നെയാണ് ഇവിടെ പറയുന്നത്. സർവഭൂത ഹിതേരതാഃ, സർവഭൂത ഹിതേരതാഃ. അവിടെ പറയുന്നത് എങ്ങനെയാണ്? മോക്ഷം, ബ്രഹ്മനിർവാണം, ലഭന്തെ ബ്രഹ്മനിർവാണം, ക്ഷീണകൽമഷാഃ, കൽമഷങ്ങളൊക്കെ എല്ലാം, അതായത് തെറ്റുകളൊക്കെ എല്ലാം, തെറ്റിദ്ധാരണകളൊക്കെ എല്ലാം, അജ്ഞാനം, അത് മുഴുവനും ക്ഷയിച്ചിരിക്കുന്ന വ്യക്തി. ഛിന്നദ്വൈതാഹ, എല്ലാ സംശയങ്ങളും സമ്പൂർണമായി ഇല്ലാതിരിക്കുന്ന വ്യക്തി. യത ആത്മനഃ, ആരുടെ ഇന്ദ്രിയങ്ങളും മനസ്സൊക്കെ എല്ലാം തന്നെ സമ്പൂർണമായി നിയന്ത്രിതമായിരിക്കുന്നു ആ വ്യക്തി. സർവഭൂതഹിതേരതാഃ ഋഷയഃ ബ്രഹ്മനിർവാണം ലഭന്തെ. ആ വ്യക്തി എന്താണ്? ആ വ്യക്തി അല്ലെങ്കിൽ അത്തരം വ്യക്തികൾ അവര് എപ്പോഴും എല്ലാ ജീവികളുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ അവര് ആരിനെയും അവരിൽ നിന്ന് ഭിന്നമായി കാണുന്നില്ല. ആ ഒരു പരമ അദ്വൈതത്തിന്റെ അവസ്ഥ പ്രാപിക്കുന്നു. എന്നിട്ട് അവരെങ്ങനെയാണ്? ഋഷയഃ, ഋഷയഃ മന്ത്രദ്രഷ്ടാരഃ. സായനാചാര്യൻ പറയുന്നുണ്ട് ഋഷയഃ മന്ത്രദ്രഷ്ടാരഃ. അപ്പൊ ഋഷി എന്ന് വെച്ചാൽ ആരാണ്? പരമതത്വത്തിനെ നേരിൽ കാണുന്ന വ്യക്തിയാണ് ഋഷി. അപ്പൊ അങ്ങനെയുള്ള ഋഷി അവര് ബ്രഹ്മനിർവാണം ലഭന്തെ, അങ്ങനെ ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു. അപ്പൊ ആ ബ്രഹ്മനിർവാണം എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ബ്രഹ്മനിർവാണം പ്രാപിക്കുന്ന വ്യക്തികളുടെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ഇവിടെ വിശദമായി പറയുന്നത്. എന്താണ്? കാമക്രോധ വിയുക്താനാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്ലോകത്തിൽ. അപ്പൊ അതെന്താണ്? കാമശ്ച ക്രോധശ്ച കാമക്രോധോ താഭ്യാം വിയുക്താനാം, കാമമും ക്രോധമും രണ്ടിലും നിന്ന് മുക്തരായിരിക്കുന്ന വ്യക്തി. വിയുക്താനാം, വിപരീത അർത്ഥത്തിലാണ് വി. അപ്പൊ യുക്ത എന്ന് പറയുമ്പോൾ ഒന്നിച്ചിരിക്കുന്ന, വിയുക്ത എന്ന് പറയുമ്പോൾ
മുക്തരായിരിക്കുന്ന വിയുക്താനാം യതീനാം. അപ്പൊ യതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിരിക്കുന്ന എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പറയുന്നു സന്യാസിനാം. സന്യാസിമാര് യതചേതസാം, അവര് എന്ത് ചെയ്തിരിക്കുന്നു? മനസ്സിനെ അല്ലെങ്കിൽ അന്തഃകരണത്തെ. യതചേതസാം അതിന്റെ അർത്ഥം എന്താണ്? സംയത അന്തഃകരണാനാം. അന്തഃകരണം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ എന്തൊക്കെ പറയുന്നത്? ചിത്ത, അഹങ്കാരം, മനസ്സ്, ബുദ്ധി. മനോബുദ്ധി അഹങ്കാര ചിത്ത. ഇതാണ് 4 അല്ലെ, 4 ഭാഗങ്ങൾ അല്ലെങ്കിൽ 4 അംഗങ്ങൾ അന്തഃകരണത്തിന്റെ. ഈ അന്തഃകരണം മൊത്തം ആരാണോ നിയന്ത്രിച്ചിരിക്കുന്നത്? ഉഭയതഃ അഭിത എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഭാഷ്യകാരൻ ഭഗവാൻ പറയുന്നു ഉഭയതഃ, അതായത് രണ്ടിലും എന്ന് വെച്ചാൽ ജീവതാം മൃതാനാം ച. അപ്പൊ പലരും പറയും അത് ശരിയാ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിയന്ത്രിതമാകുന്നല്ലോ എന്ന്. അതല്ല ഇവിടെ അർത്ഥം. മരിച്ചു കഴിഞ്ഞിട്ടും പിന്നീടും ഒരു ആഗ്രഹമില്ല. പലർക്കും മരിച്ചാലും ആഗ്രഹം പോവില്ല. അവിടെ ഇന്ദ്രൻ ആകണം, അവിടെ കുറെ ഈ OTT ഒക്കെ ഉണ്ട്. അവിടെ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, അറിയില്ലല്ലേ പലർക്കും? എല്ലാം അറിയല്ലേ? 500-നേക്കാളും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 5000 ചാനൽ, എത്ര വേണമെങ്കിലും ആയിക്കോ. അവിടെ ലൈവ് ഷോ ഉണ്ട്. എവിടെ? ഇന്ദ്രലോകത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാര് അഗ്നിഹോത്രം ജുഹുയാത് സ്വർഗകാമഹ. അപ്പൊ ഇങ്ങനെ സ്വർഗം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ കുറെ ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അവസാനം അവിടെ പോയിട്ട് ഇതൊക്കെയാണ് അപ്പൊ നോക്കിയാലും സാംസ്കാരിക പരിപാടികൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല സുഖമായിരിക്കും. പക്ഷെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്, എല്ലാറ്റിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇവിടെ താഴെ വരും. അപ്പൊ അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടും, അതായത് ഈ മരണാനന്തരവും ഒരു ആഗ്രഹമില്ല, ജീവിക്കുമ്പോഴും ആഗ്രഹമില്ല. ബ്രഹ്മനിർവാണം മോക്ഷ വർത്തത്തെ. അപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് എന്താവും? ബ്രഹ്മനിർവാണം, അതായത് ബ്രഹ്മണി നിർവൃത്തി. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം മോക്ഷം. ഇവരാണ് ജീവൻ മുക്തർ. അപ്പൊ ജീവൻ മുക്തർ അവരിനെ കുറിച്ച് ഭഗവത്പാദ ശങ്കരാചാര്യ ദേവൻ തന്നെ പറയുന്നുണ്ട് തത്വബോധ എന്നുള്ള ഗ്രന്ഥത്തിൽ. കൊച്ചു ഗ്രന്ഥമാണ്, പക്ഷെ അവിടെ പറയുന്നുണ്ട് എന്താണ്? ജീവൻ മുക്തൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിനും കർമ്മഫലം ഉണ്ടാവുമല്ലോ, പക്ഷെ ജീവൻ മുക്തനെ അത് ബാധിക്കില്ല. അപ്പൊ ആരിനെ ബാധിക്കും? ജീവൻ മുക്തനെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ, ജീവൻ മുക്തനെ അറിയാതെ അല്ലെങ്കിൽ എങ്ങനെയോ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന തെറ്റായ ചീത്ത കർമ്മഫലങ്ങളൊക്കെ ആ വ്യക്തിക്ക് കിട്ടും. ജീവൻ മുക്തനെ സേവനം ചെയ്താൽ നല്ല കർമ്മഫലങ്ങളൊക്കെ ആ വ്യക്തിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇതിപ്പോ ആരാണ് ജീവൻ മുക്തനെ ആർക്കും പിടിയില്ലല്ലോ. അങ്ങനെയല്ലേ നമ്മൾ ഇന്ന് തുടങ്ങിയത്. എന്താണ് ലക്ഷണം അത് നമുക്കറിയില്ല. പലരും പറയും സന്യാസി ദേഷ്യപ്പെടരുത് എന്ന്. അത് ശരിയാണ്. പക്ഷെ ഒരു വ്യക്തി ആശ്രമത്തിൽ വന്ന് എന്തും ആവാന്നൊക്കെ കാണിക്കുമ്പോഴേ സന്യാസി കുറച്ചൊക്കെ ദേഷ്യം കാണിക്കേണ്ടി വരും. അപ്പോ അത് ചിലപ്പം സന്യാസിനെ ബാധിക്കുന്നുണ്ടാവില്ല, ചിലപ്പോ യഥാർത്ഥ സന്യാസി ആയിരുന്നെങ്കിൽ ബാധിക്കുന്നുണ്ടാവില്ല, പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി കാണിക്കേണ്ടി വരും. ഇതിപ്പോ എങ്ങനെ മനസ്സിലാവും അദ്ദേഹത്തിന് ബാധിക്കുന്നോ ഇല്ല എന്നൊക്കെ? അതിപ്പോ EEG ബ്രെയിനിലൊക്കെ സ്കാൻ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനൊന്നും അത്ര സൗകര്യം എല്ലാവിടെയും ഒന്നും ഇല്ലല്ലോ, എപ്പോഴും നമ്മൾ സ്കാൻ ചെയ്യില്ലല്ലോ. അപ്പൊ എങ്ങനെ മനസ്സിലാവും? അതുകൊണ്ട് ആരാണ് ബ്രഹ്മജ്ഞാനി നമുക്ക് മനസ്സിലാക്കാൻ വലിയ മാർഗമൊന്നുമില്ല. നമ്മുടെ മാനദണ്ഡങ്ങൾ വെച്ചാണ് ആൾക്കാരിനെ വിലയിരുത്തുന്നത്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല ബ്രഹ്മജ്ഞാനിന്റെ സ്വഭാവം, പ്രവർത്തനവും ഒന്നും തന്നെ. അപ്പൊ എങ്ങനെ മനസ്സിലാവും? ബാലവത്, പിശാചവത്, അങ്ങനെയൊക്കെയാണല്ലോ. ഉന്മത്തവത്. ഇപ്പൊ ചെറിയ കുട്ടീനെ പോലെ പിശാച്ചെന്ന് പറഞ്ഞ വൃത്തിയൊന്നും ഇല്ലാതെ എങ്ങനെ വെറുതെ, പിന്നെ ഒരു പ്രാന്ത് പോലെ. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ആൾക്കാരനെ കണ്ട നല്ല പോലെ പ്രവർത്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വെറുതെ പ്രാരബ്ധ കർമ്മങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോ ഈ മോക്ഷം, ഇവരൊക്കെ ആരാണ്? ജീവൻ മുക്തർ. മോക്ഷ വർത്തത്തെ. എങ്ങനെ അവർക്ക് മോക്ഷം വരുന്നു? കാരണം
വിദിത ആത്മനാം. വിദിതഃ ജ്ഞാത ആത്മാ യേഷാം തേ വിദിതാത്മനഃ തേഷാം വിദിതാത്മനാം. ആരാണോ അവരുടെ ആത്മാവിനെ, ആത്മാ എന്ന് പറയുമ്പോൾ ഇവിടെ പരമ സ്വരൂപത്തിനെ, യഥാർത്ഥ സ്വരൂപത്തിനെ അല്ലെങ്കിൽ ബ്രഹ്മനെ മനസ്സിലാക്കിയിരിക്കുന്നത് ആ വ്യക്തി അതിനും ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ വ്യാഖ്യാനം നൽകുന്നുണ്ട്. സമ്യക് ദർശിനാം ഇത്യർത്ഥഃ. നല്ലോണം സമ്യക് ദർശിനഃ. ഭഗവാൻ ബുദ്ധൻ പോലും എന്താ പറഞ്ഞത്? സമ്യക്, എല്ലാം സമ്യക്, അതായത് ശരിക്കുമുള്ള വർത്തമാനം, ശരിക്കുമുള്ള പ്രവർത്തനം എന്ന്. അപ്പോ ഈ സമ്യക് ദർശിനഃ, സമ്യക് ദർശനം, ശരിക്കുമുള്ള ദർശനം. ഞാനിപ്പോൾ എപ്പോഴും എനിക്ക് ഇത് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരം? ശരിക്കുമുള്ള ധാരണ, അത്രേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം എന്താണ്? തെറ്റിദ്ധാരണ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യണ്ട. ഈ ലോകം നശ്വരമാണ്, എൻ്റെ ശരീരം ഉൾപ്പെടെ. പലരും വിചാരിക്കുന്നത് ഞാനല്ലാതെ ബാക്കിയൊക്കെ എല്ലാം നശ്വരം. അങ്ങനെയല്ല. ഈ ശരീരം ഉൾപ്പെടെ എല്ലാം നശ്വരമാണ്. എൻ്റെ സ്വരൂപം യഥാർത്ഥത്തിൽ സച്ചിത് ആനന്ദ സ്വരൂപമാണ് എന്ന് എപ്പോഴും മനസ്സിൽ ഉണ്ടായാൽ മതി. ആ മനീഷ, ആ ഉറപ്പായ ധാരണ എനിക്കുണ്ടായാൽ മതി, തിരിച്ചറിവ് എനിക്കുണ്ടായാൽ മതി. വേറെ ഒരു പ്രശ്നവുമില്ല. ഇത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾ മൂക്ക് പിടിച്ച് ഇങ്ങനെ വലിച്ച് എന്തൊക്കെ ചെയ്താലും അങ്ങനെ ചെയ്താലും ചെയ്യാം. അല്ലെങ്കിൽ പല ആൾക്കാർ ഇങ്ങനെ യോഗാസനം എന്തൊക്കെ ചെയ്യുന്ന അങ്ങനെ ചെയ്താലും ചെയ്യാം. കണ്ണൊക്കെ അടച്ച് ഉറങ്ങി അങ്ങനെ മത്സരിച്ചാലും ചെയ്യാം. അല്ല ഒരുപാട് ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്താലും ചെയ്യാം. വേണ്ട, ശാസ്ത്ര അധ്യയനം ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്തോ. ഉദ്ദേശം ഇതാണ്, ശരിക്കുമുള്ള സമ്യക് ദർശനം. അതാണ് യഥാർത്ഥത്തിൽ അവരാണ് ബ്രഹ്മജ്ഞാനി. ആ വ്യക്തിയാണ് ബ്രഹ്മജ്ഞാനി. സമ്യക് ദർശനം വേണം, യഥാർത്ഥത്തിലുള്ള ദർശനം നമുക്ക് വേണം. എന്താണോ ശരി എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. സമ്യക് ദർശനം. അപ്പൊ ഇത് ഇവിടെ മധുസൂദന സരസ്വതി പറയുന്നു. മധുസൂദന സരസ്വതി എന്താ പറയുന്നത്? പൂർവ കാമക്രോധയോഹോ ഉത്പന്നയോഹോ അപി വേഗഃ സോഢവ്യ ഇതി യുക്തം അധുനാ തു തയോഹോ ഉത്പത്തി പ്രതിബന്ധ ഏവ കർത്തവ്യ ഇത്യാഹ. ഇതിന് തൊട്ടു മുമ്പ് എന്താ പറഞ്ഞത്? കാമക്രോധം ഉണ്ടാകുമ്പോൾ അതിനെ ആർക്കാണോ സഹിക്കാൻ പറ്റുന്നത്, സോഢവ്യം, അതിനെ സഹിക്കണം. അങ്ങനെ സഹിക്കാൻ ആർക്കാണോ പറ്റുന്നത് ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ യോഗി. ആ വ്യക്തിയാണ് സുഖിയായിരിക്കുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എന്താ പറയുന്നത്? സഹിക്കണം, ശരിയാണ്. പക്ഷേ തയോഹോ ഉത്പത്തി പ്രതിബന്ധ ഏവ കർത്തവ്യം. അതായത് അത് രണ്ടും ഉണ്ടാകാതെ തന്നെ ഇരിക്കണം. കുറച്ചു വർഷം മുമ്പ് ഞാനൊരു സന്യാസിന്റെ അടുത്ത്, രാമകൃഷ്ണ മിഷന്റെ സന്യാസി തന്നെ, എന്നെക്കാളും വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമിജി ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്കിപ്പോ ആരിനെ കുറിച്ചും തെറ്റായ ചിന്ത വരാറില്ല. അതായത് തെറ്റായ ചിന്ത എന്ന് വെച്ചാൽ ആ വ്യക്തി മോശമാണ് അല്ലെങ്കിൽ അവരുടെ പോരായ്മകളൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്ത വരുമ്പോൾ തന്നെ ഞാൻ മാറ്റുന്നുണ്ട് എന്ന്. അപ്പൊ ആ സ്വാമിജി ഉടനെ പറഞ്ഞു, അങ്ങനെ ചിന്ത തന്നെ വരാൻ പാടില്ല. ചിന്ത വന്നിട്ട് മാറ്റുന്നത് ഓക്കെ, പക്ഷേ അങ്ങനെ ചിന്ത തന്നെ വരാൻ പാടില്ല. അപ്പൊ ആദ്യം എന്താ പറഞ്ഞ്? കാമം, ക്രോധം, അത് സോഢവ്യ, അതിന്റെ വേഗം, അതിന്റെ ആവേശം, അതിനെ സഹിക്കണം. അതായത് അതിനെ സഹിക്കണം എന്നു വെച്ചാൽ എന്താണ് അർത്ഥം? അത് പ്രവർത്തനത്തിൽ വരാൻ പാടില്ല, ചിന്തയായി മാറാൻ പാടില്ല. പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ കായിക രീതിയിലല്ല, അത് ചിന്തയായി തന്നെ മാറാൻ പാടില്ല. ഇപ്പൊ എന്താ പറയുന്നത്? അതിന്റെ ഉൽപാദനം തന്നെ, ഉത്പത്തി തന്നെ തടയണം. കാമത്തിന്റെയും ക്രോധത്തിന്റെയും സൃഷ്ടി തന്നെ ഉണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ ചിന്ത വന്നാൽ പിന്നെ അത് മൊത്തം നടക്കും. ധ്യായത്തോ വിഷയാൻ പുംസഃ സംഗതേഷു ഉപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഃ കാമാത്, അങ്ങനെ പറഞ്ഞ അവസാനം ബുദ്ധിനാശാത് പ്രണശ്യതി, അത് മൊത്തം നടക്കും. അതുകൊണ്ട് തയോഹോ ഉത്പത്തി പ്രതിബന്ധ ഏവ കർത്തവ്യ,
അത് രണ്ടും വരാതിരിക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. അതെങ്ങനെ ശ്രമിക്കും? ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്, തെക്ക് ദിക്കിൽ നിന്ന് മാറി പോകണമെങ്കിൽ വടക്കോട്ട് നടക്കാൻ തുടങ്ങിയാൽ മതിയെന്ന്. അത് തന്നെ മാറിക്കൊള്ളും. ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്നൊരു അധ്യായം ഉണ്ടല്ലോ ഭഗവത്ഗീതയില്. ഇതിൽ ആസുരി സമ്പതൊക്കെ, ഇത് ആസുരി സമ്പത, ഇത് ഒഴിവാക്കണം എന്ന് വിചാരിക്കണ്ട. ദൈവി സമ്പത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ മതി, ബാക്കിയൊക്കെ തന്നെ മാറിക്കോളും. ഇപ്പൊ എന്തോ കാരണം കൊണ്ട് ഒരു മുറി കുറേ ദിവസം അടഞ്ഞിരിക്കുന്നു. അപ്പൊ അത് തുറക്കുമ്പോൾ അവിടെ എന്തോ ഒരു ദുർഗന്ധം. നമ്മൾ എന്ത് ചെയ്യുന്നു? ദുർഗം പോന്നാ പറയുന്നത്. അവിടെ ഒരു ചന്ദ്രത്തിരി കുളിച്ച് വെച്ച, അപ്പോൾ കത്തിച്ച് വെച്ച, അല്ലെങ്കിൽ ഇപ്പൊ എന്താ റൂം ഫ്രഷ്നറൊക്കെ ഇട്ട, അങ്ങനെ എന്തൊക്കെയോ കാണിച്ചാൽ ശരിയാവില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടിന്റെയും ഉത്പത്തി ഉണ്ടാവാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കാമക്രോധയോഹോ വിയോഗ തദ് അനുപത്തിരേവ തദ് യുക്താനാം കാമക്രോധ വിയുക്താനാം. അപ്പൊ ഇവിടെ കാമക്രോധ വിയുക്ത എന്ന് പറയുമ്പോൾ കാമം ക്രോധം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മുക്തരായ ആൾക്കാരല്ലത്ര. മധുസൂദന സരസ്വതി പറയുന്ന അങ്ങനെയാ. അത് രണ്ടും തദ് അനുത്പത്തി ഏവ തദ് യുക്താനാം, അത് രണ്ടും സൃഷ്ടിക്കാതെ ഇരിക്കുന്ന ആൾക്കാരാണ് കാമക്രോധ വിയുക്ത. അപ്പോ അതയേവ യതചേതസാം സംയത ചിത്താനാം യതീനാം യത്നശീലാനാം, അതായത് ഈ ചിത്തത്തിനെ അല്ലെങ്കിൽ അന്ധകരണത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, യത്നശീല, സന്യാസിനാം വിദിതാത്മനാം സാക്ഷാത്കൃത പരമാത്മനാം അഭിമത ഉഭയതഃ ജീവത മൃതാനാം ച തേഷാം ബ്രഹ്മ നിർവാണം മോക്ഷോ വർത്തത്തെ നിത്യത്വാത്. ഇവിടെ മധുസൂദൻ സരസ്വതി പറയുന്നു എന്താണ് ഈ വിദിത്ത ആത്മനാം എന്ന് വെച്ചാൽ എന്താണ്? സാക്ഷാത്കൃത പരമാത്മനാം. സാക്ഷാത് പരമാത്മാവിനെ ആരാണോ അറിഞ്ഞിരിക്കുന്നത്? മധുസൂദൻ സരസ്വതിന്റെ പ്രത്യേകത അതാണ്. ഇടയ്ക്കൊരു ചെറിയൊരു രൂപം കൊണ്ടുവരും. അപ്പൊ സാക്ഷാത് പരമാത്മാവിനെ ആരാണോ അറിഞ്ഞിരിക്കുന്നത്, അങ്ങനത്തെ വ്യക്തി ജീവത മൃതാനാം ച, ജീവിച്ചിരിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടും, തേഷാം ബ്രഹ്മനിർവാണം മോക്ഷ വർത്തത്തെ, അവർക്ക് ബ്രഹ്മനിർവാണം, അവരെപ്പോഴും ബ്രഹ്മനിർവാണം ഉണ്ടാവുന്നു. എന്തുകൊണ്ട്? നിത്യത്വാത്, കാരണം ബ്രഹ്മൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നതു ഭവിഷ്യത്തി സാധ്യത്വ അഭാവാത്, അതായത് പലർക്കും ബ്രഹ്മജ്ഞാനം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ബ്രഹ്മൻ ഇല്ലാത്തത് കൊണ്ടെന്നല്ല, അജ്ഞാനം മറച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഇത് ഇവിടെ പറയുന്നു, എന്തോ ഇല്ലാത്ത ഒന്ന് നമ്മൾ സാധിച്ചടിക്കുന്ന പോലെയല്ല ബ്രഹ്മജ്ഞാനം. എൻ്റെ അടുത്ത് ഇപ്പോ മ്യൂച്വൽ ഫണ്ടിൽ പൈസ വരുന്നില്ല, അതെന്തോ ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൽ ഒരു 10,000 കോടി വന്നു എന്ന് വെക്കാം. വെറുതെ ഒന്ന് ആലോചിക്കണില്ല, 10,000 കോടി തന്നെ ആയിക്കോട്ടെ, 10,000 കോടി വന്നു എന്ന് ആലോചിക്കാം. അപ്പോൾ അത് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ വരുന്നു. അങ്ങനെയല്ല. അഭാവാത്, അങ്ങനെയല്ല. അഭാവം ഉണ്ടായിരുന്നു, പിന്നെ അത് നമുക്ക് കിട്ടുന്നു. അങ്ങനെയല്ല, ഭാവിയിൽ കിട്ടുന്നു. അപ്പൊ ബ്രഹ്മജ്ഞാനി അല്ലാത്ത വ്യക്തി ബ്രഹ്മജ്ഞാനി ആകുന്നു എന്നല്ല. അജ്ഞാനം ഉണ്ടായിരുന്നു, അജ്ഞാനം മാറുന്നു. അജ്ഞാനത്തിന്റെ ആവരണം ഉണ്ടായിരുന്നു, അജ്ഞാനം മാറുന്നു. അത് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയാണ്. അപ്പൊ ഈ ക്രോധം എന്ന് പറയുമ്പോൾ ശരിക്കും വിവേകാനന്ദ സ്വാമികൾ ഒരു കാര്യം പറയുന്നുണ്ട്. ക്രോധം എന്ന് പറയുമ്പോൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ന്യായമായ ക്രോധം എന്നൊന്നുമില്ല. ദർ ഇസ് നത്തിങ് കോൾഡ് ജസ്റ്റിഫൈഡ് ആങ്കർ. അതായത് ക്രോധത്തിനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്ന്. ആർക്കും ദേഷ്യം വന്നാൽ അത് തെറ്റ് തന്നെയാണ്. കാരണം ദേഷ്യം പുറത്തു നിന്നല്ല വരുന്നത്, നമ്മുടെ അകത്തു നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് വരുന്നത്? ഈ കാമം ഉള്ളത് കൊണ്ട്, കാമം ഉത്ഭവിച്ചത് കൊണ്ട്, കാമം സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട്. അപ്പൊ കാമം സൃഷ്ടിക്കാതിരിക്കണം. കാമം സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ അതിന് ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിനെ കുറിച്ച് ചിന്തിക്കണം. ഒന്ന്. രണ്ടാമത് എന്താ വഴി? ഈ നിങ്ങൾ കാമത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാമം ശരിക്കും എന്തെങ്കിലും കിട്ടിയാലും, അനുകൂല സാഹചര്യം കിട്ടിയാലും അതിനെ ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല.
മനസ്സിലായോ? അല്ല, അങ്ങനെയല്ല. ഇപ്പോ നിങ്ങൾക്ക് ഇതിലൊരു എപ്പോഴും ഞാൻ പറയുന്ന ഒരു സംഭവമാണ്, വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു തത്വശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു അമേരിക്കയിൽ, റോബർട്ട് ഇംഗർസോൾന്ന്. അപ്പൊ ഈ റോബർട്ട് ഇംഗർസോൾ അഗ്നോസ്റ്റിക് ആയിരുന്നു. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പരാമർശിക്കാത്ത ആൾക്കാരാണ് അഗ്നോസ്റ്റിക്സ്. അവര് അവിശ്വാസിയല്ല, അവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഒരു ദിവസം ഈ റോബർട്ട് ഇംഗർസോളിനെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ, ഇടയ്ക്കിടയ്ക്ക് സ്വാമിജി പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ പോയപ്പോൾ അദ്ദേഹം ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സ്വാമിജിനെ കണ്ടപ്പോൾ പറഞ്ഞു, കണ്ടില്ലേ ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നു, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിങ്ങൾ സന്യാസിയാണല്ലോ, അപ്പൊ വരുമാനമൊന്നും ഇല്ലല്ലോ. അപ്പോ സ്വാമിജി പറഞ്ഞു, അല്ല, എനിക്ക് കുടിക്കാൻ പറ്റും, ഇതിനേക്കാളും നന്നായി ആസ്വദിച്ചു കുടിക്കാൻ പറ്റും, ഒരു ദുഃഖവും ഇല്ലാതെ ആശങ്കയുമില്ലാതെ കുടിക്കാൻ പറ്റുന്നു. അപ്പൊ അതെങ്ങനെയാണ്? കാരണം ഇതിപ്പോ നാളെ എനിക്ക് കിട്ടോ, അടുത്ത മുഹൂർത്തത്തിൽ കിട്ടോ, ഇത് തീർന്നു പോകോ എന്നുള്ള പേടിയോ ഭയോ ഒന്നും ഉണ്ടാവില്ല എനിക്ക്. അതുകൊണ്ട് എനിക്ക് ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്നു. അപ്പൊ ഈ ആഗ്രഹം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആഗ്രഹം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്, നമുക്ക് അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. കൂടുതൽ അനന്ത ശാഖ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ വരുമ്പോൾ എന്താകും? മനസ്സ് ഇങ്ങോട്ടും അങ്ങോട്ടും ചാടി കളിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയ അനുകൂലമായ സാഹചര്യം അതിനെ എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്, പ്രകൃതി ആപൂരാത് എന്നൊരു സൂത്രമുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഈ പുറത്ത് എന്തെങ്കിലും ഒരു കുഴിയൊക്കെ ഉണ്ടെങ്കിലേ മഴ വരുമ്പോൾ ആ കുഴിയിൽ മഴവെള്ളം വന്ന് നിറയില്ലേ? ഇപ്പോൾ ആ കുഴിയിൽ ആദ്യം മുതൽ തന്നെ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതിൽ മഴവെള്ളം നിറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ആവശ്യം ഒരു കുഴി പോലെയാണെന്ന് വെച്ചോളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതില് ഒരുപാട് ചിന്തകൾ വെച്ച് അതിനെ നിറയ്ക്കുന്നു. അയ്യോ, എനിക്കിപ്പോൾ എങ്ങനെ ഈ ധനം എവിടുന്ന് കിട്ടും, എങ്ങനെ ഇത് നടത്തും, എങ്ങനെ ഇത് ചെയ്യും എന്നുള്ള ചിന്ത. അപ്പോ പ്രകൃതി അതിനെ നിറയ്ക്കാൻ ശ്രമിച്ചാലും അത് നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ആദ്യം മുതലേ, അതുകൊണ്ട് അത് നടക്കില്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, യോഗക്ഷേമം വഹാമ്യഹം. നീ ഒന്നും ചെയ്യണ്ട, എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, എന്നെക്കുറിച്ച് ധ്യാനിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നാൽ തന്നെ യോഗം നിനക്ക് എന്താണോ ആവശ്യം അത് ഞാൻ എത്തിക്കും. ക്ഷേമം, നിന്റെ അടുത്തുള്ളതൊക്കെ സംരക്ഷിക്കും. യോഗക്ഷേമം വഹാമ്യഹം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ മുദ്രാവാക്യമാണ്. അപ്പൊ യോഗക്ഷേമം വഹാമ്യഹം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഭഗവാൻ പരമാത്മാവിനേക്കാളും സാക്ഷാത് പരമാത്മാവിനേക്കാളും നമുക്കാണ് ഈ ലോകം എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം ചിന്ത. അതുകൊണ്ട് കാമം വരേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണോ ആ ഇതായിട്ട് തന്നെ ഞാൻ ഇരുന്നാൽ എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും അല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാലും എനിക്ക് എപ്പോഴും ആനന്ദത്തിൽ ഉണ്ടാകാൻ പറ്റും. അതാണ് ഇതിൻ്റെ സൂത്രം. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രവർത്തനത്തിലോ? അല്ലേ? കൃത്യം ആ സമയം കിട്ടുന്ന നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എനിക്കൊന്നും ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് ആണോ? പലരും വന്ന് പറയാറുണ്ട് എൻ്റെ അടുത്ത്, സ്വാമിജി എനിക്കൊന്നും ആഗ്രഹമില്ല, എൻ്റെ ജീവിതം ഫുൾ ബ്രഹ്മനിർവാണം, അത്രേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല എന്ന്. അപ്പൊ അവിടെ എന്താ പറയുക, വേറെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. രാവിലെ ഈ ചായ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് തുടർന്ന് 3 ദിവസം ഒഴിവാക്കിയാൽ മതി. ആഗ്രഹം ഉണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും. അപ്പൊ ആഗ്രഹം ഇല്ല എന്നുള്ള ആദ്യം തെറ്റിദ്ധാരണകൾ മാറ്റിയാലേ ശരിക്കുള്ള ധാരണ വരുള്ളൂ, അല്ലെ? അപ്പൊ ആഗ്രഹങ്ങള് നമ്മള് ശീലിച്ചിരിക്കുന്നത് അതും ആഗ്രഹം തന്നെയാ. ശീലങ്ങളാണ് നമുക്ക് പ്രശ്നം. അപ്പൊ നല്ല ശീലങ്ങൾ എന്താണ്? ഏറ്റവും നല്ല ശീലം എനിക്ക് ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും നല്ല ശീലം. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ യഥചേതസാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാ പ്രയത്നിക്കുന്നത്?
ഒരു വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ വ്യക്തി വിചാരിച്ചാലും ആ വ്യക്തിയെ കൊണ്ട് ചീത്തതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു. കാരണം ഈ നല്ലത് ചെയ്ത് അതൊരു സംസ്കാരമായി മാറുന്നു. അതിലെന്താ വലിയ പ്രയാസം? അപ്പൊ അത് വലിയ പ്രയാസമൊന്നുമല്ല. അതുപോലെ ഒരു വ്യക്തി ചീത്ത കാര്യങ്ങൾ മാത്രം ചെയ്താൽ ആ വ്യക്തിയുടെ കർമ്മഫലം കൊണ്ട് ചീത്ത മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ രണ്ടും ബന്ധനമാണ്. രണ്ടും ബന്ധനമാണ്. നല്ലതും ബന്ധനമാണ്, ചീത്തയും ബന്ധനമാണ്. അപ്പോ അതുകൊണ്ട് ചീത്ത മാത്രം ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മളെ യഥാർത്ഥ സ്വരൂപം എന്താണ്, ആ സ്വരൂപത്തിനെ ആശ്രയിച്ചിരിക്കണം. അപ്പൊ ഭഗവാനെ മാത്രം ചിന്തിച്ചിരിക്കണം. അല്ലെങ്കിൽ പരമതത്വം എന്താണോ ബ്രഹ്മൻ, അതിനെ മാത്രം ചിന്തിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അതാണ് അവിടെ. അപ്പോൾ ആഗ്രഹങ്ങൾ വരാതിരിക്കണം. അപ്പൊ അതിന്റെ ജനനം തന്നെ തടയണം. ഈ ആഗ്രഹങ്ങൾ ജനിക്കുന്നത് തന്നെ തടയണം. ആവശ്യമില്ല. എൻ്റെ സ്വരൂപം എന്താണ്? ഈ ആഗ്രഹം കൊണ്ട് എന്താണ് ഉണ്ടാവുക? ദുഃഖം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. തൃഷ്ണ എന്നുള്ള വാക്കിനെ പാലിയിൽ തൻഹ എന്ന് പറയും, തന്ന. അപ്പൊ അത് ഭഗവാൻ ബുദ്ധൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ദുഃഖം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞു ദുഃഖം ദുഃഖം സർവം ദുഃഖം, എല്ലാം ദുഃഖമാണ്. അതെങ്ങനെ ദുഃഖം? നിങ്ങൾ എപ്പോൾ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയോ അപ്പോൾ തന്നെ ദുഃഖം തുടങ്ങി. കാരണം ഇന്ദ്രിയങ്ങൾ എന്തിനെയാ കാണുന്നത്? നശ്വരമായിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ഇന്ദ്രിയം കാണുള്ളൂ. അപ്പൊ നശ്വരമായിരിക്കുന്ന ഒന്ന് നിങ്ങൾ കണ്ട് അതിനെ അനുസരിച്ചാൽ അതെന്തിലേക്ക് കൊണ്ടുപോകും? ദുഃഖത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അതിന് വേറൊരു പേരാണ് സുഖം. സുഖം എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ സുഖം ഈ പറഞ്ഞില്ലേ, സുഖീ ഭവതി, ഈ സുഖീ നരഹ, ആ സുഖമാണ് യഥാർത്ഥ സുഖം. ആത്മാ ആരാമഹ, അതാണ് യഥാർത്ഥ സുഖം. മറ്റു സുഖങ്ങളൊക്കെ എല്ലാം നശ്വരമാണ്. അസുഖം എന്ന് പറയുമ്പോൾ നമുക്ക് ദുഃഖമാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല, അത്രേ ഉള്ളൂ. ദുഃഖം വരുമ്പോൾ നമുക്ക് തോന്നും ദുഃഖം ഉണ്ടെന്ന്. അതുകൊണ്ട് ഈ രണ്ടുമില്ലാത്ത അവസ്ഥ കുറച്ച് വളരെ ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാകുമ്പോൾ ആ അവസ്ഥയെ ധ്യാനിക്കണം എന്ന് ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പറയുന്നു. അതിനാണ് സന്ധി ധ്യാനം. അറിഞ്ഞിരിക്കും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും? അറിയില്ല? ലഘുവാക്യവൃത്തി എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഭാഷ്യക്കാര ഭഗവാൻ പറയുന്നതാണ്. അപ്പോ നമ്മുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയൂ. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഭക്ഷണമാണോ നമുക്കിഷ്ടം? ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം? എന്താ പറഞ്ഞോളൂ. അല്ല, ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താ ഇഷ്ടം കൂടുതൽ? അയ്യോ, അങ്ങനെ പറഞ്ഞ എങ്ങനെ? ഒന്ന് പറയാൻ നിങ്ങൾ പറയൂ. പായസം. ഇരിക്കൂ. താങ്ക് യു. ഡയബറ്റീസ് ഉണ്ടോ? അല്ല, ഡയബറ്റീസ് ആകുമ്പോൾ ഇഷ്ടം കൂടും പായസത്തിന്. അപ്പോ പായസമാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം. പക്ഷെ ആണോ? ഈ പായസം ഒരു ചെറിയ ഗ്ലാസ് പായസം കൊടുത്താൽ അത് കഴിക്കാം. അല്ല, നിങ്ങൾക്ക് പായസം ഇഷ്ടമാണല്ലോ, കുറച്ചും കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് കഴിക്കും. 3 ഗ്ലാസ്, 3 കൊള്ളാലോ. അപ്പോ 3 ഗ്ലാസ് പായസം, 4ാമത്തെ ഗ്ലാസ് വേണ്ടിയിരുന്നില്ല, 5 പറ്റില്ല, 6 ചിലപ്പോൾ മൊത്തം 7 ചിലപ്പോൾ ഛർദ്ദിച്ചു പോകും. അപ്പൊ പായസമാണോ നിങ്ങൾക്ക് ഇഷ്ടം? ആവില്ലല്ലോ. ഈ പായസം എനിക്കിഷ്ടമാണെന്നുള്ള ഒരു ധാരണ, ആ ധാരണയെ സമ്പൂർണമാക്കുന്ന രീതിയിൽ, അതിനെ യോജിപ്പിക്കുന്ന രീതിയിൽ, അതിന് അനുകൂലമായിരിക്കുന്ന അനുഭവം. അപ്പൊ അവിടെ ഇഷ്ടം ശരിക്കും ആ ധാരണയാണ്. എനിക്ക് പായസം ഇഷ്ടമാണെന്ന്. ഈ പായസം 1 ലിറ്റർ കൊടുത്ത ആള് ചിലപ്പം എവിടെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. ഇത് പറയും സ്വാമിജി പറഞ്ഞത് കൊണ്ടാണെന്ന്. അങ്ങനെയൊന്നുമില്ല. അപ്പോ പായസം അല്ല നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടം എന്ന് തോന്നുന്ന വിഷയം നിങ്ങൾക്ക് അനുഭവമായി മാറിയാൽ അതാണ് നിങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ ഒരുപാട് ദിവസം ഈ പായസത്തില് ചിലപ്പം കടലപ്രഥമൻ, അല്ലെ, അങ്ങനെ ഒന്നുമില്ല, കടലപ്രഥമൻ വളരെ ഇഷ്ടമാണ്, ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല, വളരെ വളരെ കാലം കഴിഞ്ഞിട്ട് ശരിക്കും ഉണ്ടാക്കിയ ഒരു കടലപ്രഥമൻ കിട്ടിയ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നും.
അപ്പൊ ആ ഒരു ചെറിയ മുഹൂർത്തത്തിൽ മനസ്സിന് വേറെ ഒരു ആഗ്രഹത്തിലും പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും, കാരണം ഇത് കിട്ടിയത് കൊണ്ട്. അപ്പൊ ആ ഒരു സൂക്ഷ്മ അര സെക്കൻഡ് അല്ലെങ്കിൽ 1/4 സെക്കൻഡ് ആ ഒരു അവസ്ഥ, അതാണ് സന്ധി. എങ്ങനെയാണോ ഒരു മാലയിൽ പല മണികളുണ്ട്, അതിന്റെ നടുക്ക് ആ സൂത്രേ മണികണായി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ നടുക്ക് ആ ചരടില്ലേ, നൂലില്ലേ, ആ ഗ്യാപ്പ്, ആ ഇടവേള, അതില് ധ്യാനിക്കണം. അതാണ് സന്ധി ധ്യാനം. അപ്പൊ ഇതൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞ കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇന്റർവെൽ ബിറ്റ്വീൻ എന്തൊക്കെ പറഞ്ഞു. നിങ്ങൾ എഞ്ചിനീയറാ? എഞ്ചിനീയർമാരെ അങ്ങനെ സംസാരിക്കാം. ഏതായാലും ആൾക്കാർക്ക് മനസ്സിലായില്ല, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ 2 ആഗ്രഹങ്ങള്, അതായത് ആഗ്രഹത്തില് മനസ്സിങ്ങനെ പോയി പിടിച്ചിരിക്കുന്നു. ആ ആഗ്രഹം നമ്മൾ ആഗ്രഹം നേടുമ്പോൾ കുറച്ച് സമയത്തിലേക്ക് വേറെ ഒരു ആഗ്രഹത്തിലേക്ക് മനസ്സ് പോകുന്നില്ല. ആ സമയമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആനന്ദ സ്വരൂപം പുറത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അതിനെ ധ്യാനിക്കണം എന്ന്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഒരു ഗുരുവിന്റെ നിർദ്ദേശം പ്രകാരം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗുരുവിന്റെ നിരീക്ഷണത്തിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ തലവേദനയും അത് വേറെ വേദനകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ. പക്ഷെ ഇതാണ് ഭഗവത്പാദ ശങ്കരാചാര്യ ദേവൻ സന്ധി ധ്യാനം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ കാമം എന്നല്ല, അതല്ല നമുക്ക് ആനന്ദം തരുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം, ഒന്നിനെയും ആശ്രയിക്കാത്ത സ്വരൂപമാണ് നമുക്ക് ആനന്ദം തരുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം വരും, അപ്പൊ പ്രവർത്തിക്കണോ എന്ന്. ബ്രഹ്മന്റെ അറിഞ്ഞ ആൾക്കാർക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കണം. ഇല്ലല്ല, അത് പായസത്തിനെ ആലോചിക്കുമ്പോ ഉണ്ടാവില്ല. പായസത്തിന് നമ്മൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ആഗ്രഹം നേടിയാൽ വളരെ സന്തോഷം എന്ന് പറയുന്നില്ലേ? ആ സന്തോഷം വരുന്നത് ആ വിഷയം കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ല. കുറച്ച് ചെറിയ കാലയളവിൽ നമുക്ക് വേറെ ഒന്നും ആഗ്രഹിക്കാൻ പറ്റാൻ സമയം കിട്ടുന്നില്ല. ആ സമയം അതാണ് അപ്പൊ നമ്മുടെ അടുത്തുള്ള ആനന്ദമാണ് പുറത്തു വരുന്നത്. ആഗ്രഹം പൂർത്തിയാവുമ്പോൾ വളരെ അത് ശ്രദ്ധിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവർക്കും സന്തോഷം വരുന്നത്. കാരണം ആ പായസം തന്നെ കൂടിയാൽ, പായസത്തിലാണെങ്കിൽ സന്തോഷമാണെങ്കിൽ പായസം കൂടിയാൽ പിന്നെ ആ സന്തോഷം പോവല്ലോ. അല്ലല്ല, അങ്ങനെയല്ല. അത് മറ്റതും മാറി നിൽക്കുന്നത് ആ ഒരു വളരെ സൂക്ഷ്മ കാലയളവിൽ. അപ്പൊ ഏതായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാമക്രോധ വിയുക്താനാം എന്ന് പറയുമ്പോൾ കാമം, അതിനാൽ ഉണ്ടാവുന്ന ക്രോധം ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ അതിനെ നമ്മൾ ജയിക്കുന്നതല്ല, കാമം തന്നെ ഉണ്ടാവാത്ത അവസ്ഥയാണ്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് കാമം ഉണ്ടാവില്ല? എന്തിനെയാണോ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത് അതിനെ ആഗ്രഹിച്ചാൽ മറ്റെല്ലാ ആഗ്രഹങ്ങളും പോയിത്തീരും. എന്തിനെയാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത്? നമ്മുടെ സ്വരൂപത്തിനെ, അല്ലെങ്കിൽ ഭഗവാനെ ആഗ്രഹിച്ചാൽ പിന്നെ വേറെ ഒരു കാമവും ഉണ്ടാവില്ല. നാരദ ഭക്തി സൂത്രത്തില് നാരദ മഹർഷി അതാ പറയുന്നത്, ഭഗവാനെ ആഗ്രഹിച്ചാൽ പിന്നെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്നു എന്ന്. അപ്പോ അതാണ് ഇവിടെ നമുക്ക് പറയുന്നത്, കാമക്രോധ വിയുക്താനാം. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 4-5 ശ്ലോകങ്ങളും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. 5-ാമത്തെ അധ്യായത്തിന്റെ സന്ദേശവും അത് തന്നെയാണ്. സന്യാസ യോഗം എന്ന് പറയുമ്പോൾ സാഖ്യയോഗവും പൃഥക് ബാല എന്നൊക്കെ തുടക്കത്തിലുണ്ട്. അതായത് ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും 2ആണെന്ന് പറയുന്നതൊക്കെ ഒന്നും അറിയാത്ത കുട്ടികളാണ് അങ്ങനെ സംസാരിക്കുന്നത്. യോഗം എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം കർമ്മയോഗം. യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ത്യജിക്കേണ്ടത്? ആസക്തിയാണ് ത്യജിക്കേണ്ടത്. അപ്പൊ ആസക്തിനെ ത്യജിച്ചാലാണ് യഥാർത്ഥ സന്യാസം. അല്ല, പറയൂ.
അപ്പൊ പായസമല്ല സന്തോഷം കൊടുക്കുന്നത്. അതുമല്ല, ആസക്തി നിന്നതല്ല അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്നത്. ആ സമയത്ത് മനസ്സിന് വേറെ ഒരു ആഗ്രഹങ്ങളും ഇല്ലാത്തത് കൊണ്ട് മനസ്സിൽ ഒന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സില്ലാതാകുന്നു. എങ്ങനെയാണോ സുഷുപ്തിയിൽ മനസ്സില്ലാതാകുന്നത് കൊണ്ട് നമുക്ക് പിന്നീട് നമ്മൾ ആലോചിക്കുന്നു, നമ്മൾ അനുമാനിക്കുന്നു, ഇതുപോലെ സുഷുപ്തിയിൽ ഞാൻ നല്ലോണം ഉറങ്ങി, ആനന്ദമുണ്ടായിരുന്നു എന്ന്. അതുപോലെ ആ ഒരു ചെറിയ കാലയളവിൽ ഒരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ് നമ്മൾ അവിടെ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കുറേ ശ്ലോകങ്ങൾ ഈ ആസക്തിനെ കുറിച്ച് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അധ്യായം മുഴുവനും ആസക്തി ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 5-ാമത്തെ അധ്യായം തീർന്ന് 6-ാമത്തെ അധ്യായം പോകുമ്പോൾ 6-ാമത്തെ അധ്യായം ധ്യാനയോഗമാണ്. പക്ഷെ ധ്യാനയോഗത്തിന്റെ ആദ്യത്തെ ശ്ലോകം എന്താണ്? അനാശ്രിത കർമ്മഫലം കാര്യ കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച ന നിരഗ്നി ന ച അക്രിയഃ. അതായത് കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ ആരാണോ എന്താണോ ചെയ്യേണ്ടത്, അവര് എന്താണോ അവര് കർത്തവ്യം, അവരുടെ സ്വധർമ്മം, അവര് തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി, ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടത്, അത് ആരാണോ കർമ്മത്തിനെ ആശ്രയിക്കാതെ പ്രതീക്ഷിക്കാതെ, കർമ്മഫലത്തിനെ പ്രതീക്ഷിക്കാതെ അതിൽ ആസക്തി ഇല്ലാതെ ചെയ്യുന്നത്, ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സന്യാസി, ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗി. അല്ലാതെ കർമ്മത്തിനെ ത്യജിക്കുന്ന അക്രിയ, കർമ്മം ചെയ്യാതിരിക്കുന്ന വ്യക്തിയല്ല ഔപചാരികമായി സന്യാസം സ്വീകരിക്കുന്ന. അപ്പൊ അഗ്നിനെ ത്യജിക്കുന്ന, അഗ്നിനെ ഉപേക്ഷിക്കുമ്പോഴാണ് സന്യാസം സ്വീകരിക്കുന്നത്. നിരഗ്നിഹി, ആ വ്യക്തിയുമല്ല. യഥാർത്ഥത്തിൽ ആസക്തി ഇല്ലാത്ത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗി, സന്യാസി എന്ന്. അപ്പോ ആ ഒരു ഉപദേശം അത് 6-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിലും പറയാൻ കാരണം, ഈ ആസക്തി മാറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വരൂപത്തിനെ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ധ്യാനവും അപ്പോഴേ സാധ്യമാകുള്ളൂ. അല്ലെങ്കിൽ ധ്യാനിക്കാൻ ഇങ്ങനെ ഇരുന്നാൽ ഒന്നോ ഉറങ്ങും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അപ്പം മനസ്സിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആസക്തിയാണ് പറഞ്ഞത്. അപ്പോൾ ആസക്തി എങ്ങനെ ഉണ്ടാവാതാവും? കാമമാണ് ആസക്തി ഉണ്ടാക്കുന്നത്, അതിനാലാണ് ക്രോധം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ക്രോധം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കാമം തന്നെ ഇല്ലാതിരിക്കണം. അപ്പൊ കാമം ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിനെ നിയന്ത്രിക്കണം. പക്ഷെ അവസാനം അത് മൊത്തത്തിൽ ഇല്ലാതാവാൻ എന്താ വഴി? നമ്മൾ നമ്മുടെ സ്വരൂപത്തിനെ കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ കാമം ഉണ്ടാവില്ല.